ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ അലൻ വൈറ്റി ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും പുതിയൊരു വീഡിയോ ഇട്ട് വന്നേക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പാലാ ഗാർഡൻസ് നമ്മൾ 1 വർഷം മുന്നേ ചെയ്തായിരുന്നു. പാലാ ഗാർഡൻസ് അവിടെയാണ് നിൽക്കുന്നതാണ് ഗൈസ്. നമ്മൾ എൻട്രി ചെയ്ത് ഒരു ഫുൾ ടൂറാണ് നമ്മൾ നടത്തുന്നത്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ താമസിക്കാൻ ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് ഇതിന്റെ ഓണറിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. നമ്മളിപ്പോൾ 2ാമത്തെ തവണയാണ് ചെയ്യുന്നത് ഗൈസ്. അന്ന് കണ്ട ആ പുള്ളി തന്നെയാണ്. ഇതാണ് ഇതിന്റെ എൻട്രി എന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ കയറി പോകുമ്പോൾ ഇവിടെ ചെറിയൊരു ആറൊക്കെ ഒഴുകുക, ആറല്ല എന്തോ ഒരു തോട് പോലൊക്കെ ഒഴുകുന്നുണ്ട്. ഇതാണ് ആദി, എന്റെ ഒരു ഫ്രണ്ടാണ്. ഇതാണ് ഇതിന്റെ എൻട്രി. നീ എത്രാം ക്ലാസ്സിലാ? 3ാം ക്ലാസ്സിലേക്ക് കയറുന്നു ഗൈസ്. ഇടുക്കി കുരിശുപാറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഞാൻ ഓണറിനെ കാണിച്ചു തരാം. പക്ഷെ നമ്മൾ ആദ്യം ഇങ്ങോട്ട് കയറുമ്പോ തന്നെ ഇവിടെ കണ്ടോ ഞാൻ കാണിച്ചു കൊടുത്തോളാം ഗൈസ്. ഇത് കണ്ടോ, ഇവിടെ മൊത്തം ഫുള്ള് ചെടികളൊക്കെ ആയിട്ട് ഇവൻ ഇങ്ങനെയാണ് ഗൈസ്. നിങ്ങൾ ആരും ഒന്നും ഇതല്ല, ഇവൻ അങ്ങനെയാണ്. ഇടയ്ക്ക് കയറി അങ്ങനെ പറയും, അത് മൈൻഡ് ചെയ്യണ്ട ഗൈസ്. ഇതാണ് ഗൈസ് ഇവിടെ എൻട്രി വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറുമ്പോൾ നല്ല ഒരു വൈബ് സ്ഥലം ഗൈസ്. സീരിയസ്ലി നല്ല വൈബ് സ്ഥലം. അതെ, ഇതാണ് നമ്മുടെ എൻട്രി. ഇപ്പം ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അതാണ് അങ്ങനെ ഗൈസ്. ഗൈസ് അത് നമ്മുടെ കാറാണ്, നമ്മുടെ ഓട്ടോ എലക്സ് ഗൈസ്. ഇവിടുന്ന് പിന്നെ ഇങ്ങനെ ഇതാണ് വീട്. ഞാൻ ഫുൾ ടൂറായിട്ട് കാണിച്ചത് ഇതാണ് വീട്. നമുക്ക് എന്തായാലും ഒരു സൈഡിൽ നിന്ന് ഞാൻ കാണിച്ചു തുടങ്ങാം ഗൈസ്. നമ്മൾ ഇവിടുന്ന് എൻട്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടാണ് വരുന്നത്. ഇവിടെ ആയിട്ട് ഇങ്ങനെ നല്ലൊരു വൈബ് സ്ഥലമാണ്. കുറെ ചെടികളൊന്നുണ്ട്. ഇപ്പം ഒരു കിളികളും അങ്ങനെ കുറെ ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട്. നിങ്ങൾ കേൾക്കാത്ത കുറെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് ഇവിടെ. ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. ആണ്ടേ ഇത് വേറൊരു യെസ്. ഇവിടെ നമ്മൾ ഇങ്ങനെ നേരെ അവിടെ നിന്ന് ഇങ്ങനെ എൻട്രി ചെയ്യുന്ന ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരെ നമുക്ക് ഇവിടെ ക്യാമ്പ് ഫയർ സെറ്റപ്പ് ഉണ്ട്. നല്ലൊരു വൈബ് സ്ഥലമാണ്. അതുകൊണ്ട് അതുകൊണ്ടോ സപ്പോർട്ട് ആണെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. വേണ്ട ഗൈസ്, അവൻ അങ്ങനെയാണ് ഗൈസ്. നിങ്ങളിപ്പോ കേട്ടത് എനിക്കറിയാം, അവൻ അങ്ങനെയാണ്. ഇവിടെ ക്യാമ്പ് ഫയർ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഭയങ്കര ചൂടാണ്, പക്ഷെ രാത്രിയിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ചെയ്തു തരും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് തന്നെ. അത് റിയൽ ശരിയാണോ ഗൈസ്? ഒരുത്ത കാണിക്കുന്ന പരിപാടി ഉണ്ടോ? വീഡിയോ കളിച്ചപ്പോ മാറി ഗൈസ്. ഇവിടെ ക്യാമ്പ് ഫയറിന്റെ സെറ്റപ്പ് ഇത്രേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നേരെ പോയി കഴിഞ്ഞാൽ ഒരു ഇങ്ങനൊരു സാധനമുണ്ട്. ഇത് ഫെൻസ് പോലെ വെച്ചിട്ടുണ്ട്. ഒരുത്തങ്ങടെ നിന്ന് പിടിപ്പിക്കുക. നേരെ പോയി കഴിഞ്ഞാൽ ഒരു ഏലത്തോട്ടത്തിലൂടെ എല്ലാം അങ്ങോട്ട് നമ്മളിപ്പോ പോകുന്നില്ല, അതിനെ കൊണ്ട് വയ്യ കേസ്. ഇതെല്ലാം കൂടെ ചെറുക്കനവിടെ നിന്ന് പിടിപ്പിക്കുക. നമ്മളെന്തായാലും ഇവിടെ ഇത്രയും കഴിഞ്ഞു. ഇനിയിപ്പം ഇവിടെ ഈ സ്ഥലം പരിസരം കഴിഞ്ഞു. നമ്മളെ അടുത്ത സ്ഥലത്തേക്ക് പോവാൻ കണ്ട ഗൈസ്. ചെറുക്കൻ അവിടെ നിന്ന് പിടിപ്പിക്കുക. ഇനി ഇവിടുത്തെ ഇത്രയും കഴിഞ്ഞു. എന്താണ് പറയാനുള്ളത്? എന്താണ്? ഒന്നുമില്ല. നാണം പറയാൻ കൊള്ളാം, നല്ലതാ യെസ്. ഇവിടെ നിന്ന് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ ഇതില്ലെന്നല്ല, ഉണ്ട്. പക്ഷെ സപ്പോർട്ട് കേൾക്കുന്നതുകൊണ്ട് കാണാവോ? ഇല്ല, വെയില് കാരണം കാണുന്നുണ്ടോ എന്തോ എനിക്ക് അറിഞ്ഞൂടാ യെസ്. അതാണ് അയ്യോ കണ്ട് എനിക്കറിയാം സപ്പോർട്ട്. അവൻ അങ്ങനെയാണ് ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഒന്നും വിചാരിക്കില്ലേ, ചെറുക്കൻ അങ്ങനെയാണ്. പയ്യാത്ത കൊച്ചാണല്ലേ അല്ലേ? ഞാൻ വീഡിയോ എടുക്കട്ടെ ഗൈസ്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ വീഡിയോ എടുക്കട്ടെ. ഇതെന്നാ ചെടി ഇത്? എന്നാന്തോ ഗൈസ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ബാത്റൂം സെക്ഷൻ. അത് പഴയതാണ്, അത് കൂട്ടണ്ട. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഗൈസ് നിങ്ങൾക്ക് ഞാൻ തക്കാളി ഇത് പൂത്ത് നിൽക്കുന്ന കാണിച്ചു തരാം. ഗൈസ് അയ്യോ അത് തക്കാളിയാണ് ഗൈസ്. അത് നമ്മൾ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വലുതായിട്ട് ഒന്നുമില്ല. ഇനി അങ്ങോട്ട് കുറെ ഉണ്ട് ഗൈസ്. ഇനി അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ഭയങ്കര കാടുമാണ്. പിന്നെ അവിടെ സാധനങ്ങളൊക്കെ നട്ട് പിടിപ്പിച്ചേക്കുന്ന സ്ഥലമാണ്. നമ്മൾ വെറുതെ പോയി ഇത് ചെയ്യണ്ട, ചവിട്ടി കളയണ്ട. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. കണ്ടോ ഗൈസ്? ഇതുണ്ടോ? വേറെ സംഭവം കാണിച്ചു തരാം. ഇതുണ്ട്. ഇതിന്റെ പേരെന്നാന്ന് എനിക്ക് അറിഞ്ഞൂടാ.
ആ വഴുതനങ്ങ. അത് മഞ്ഞ കളറിലാക്കിയ സാധനമാണ്. അത് എനിക്ക് അറിഞ്ഞൂടാ. ആ എന്നാ ചീഞ്ഞു പോയത് അത് എനിക്ക് പറഞ്ഞൂടാ ഗൈസ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തോ ഒരു സാധനം വേരൊക്കെ വെച്ചിട്ടുള്ള അയ്യോ അയ്യോ വേരൊക്കെ വെച്ചിട്ടുള്ള നൈസ് വൈബാണ് ഗൈസ്. പിന്നെ ഇതിന്റെ മേളിയാണ്ട് അടിപൊളി മുന്തിരി. ഏതാണെന്നോ കളർ ഏതാണ്? ഏത് മുന്തിരി? ഇത് മുന്തിരിയാണ് അല്ലേ? ഇത് മുന്തിരിയാണ് ഗൈസ്. കമന്റ് ഗൈസ്, ഇത് മുന്തിരിയാണ്. അതാണ് ഗൈസ് മുന്തിരി. ആ അതുണ്ട് എന്റെ വീട്ടിൽ ഉണ്ട്. ചെറിയൊരു അലപ്പറയാണ് ചെറുക്കൻ. പേടിക്കണ്ട. വേണ്ട ഗൈസ്, ഞാൻ ചുമ്മാ അറിഞ്ഞാണ് ഗൈസ്, അങ്ങനൊന്നുമല്ല പാവം. വേണ്ട ഗൈസ്. പിന്നെ ഇവിടെ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സെറ്റപ്പിനേഷനൊക്കെ ഉണ്ടോ. അവനങ്ങനെ ഡാൻസൊക്കെ കളിക്കും. ഉണ്ട് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ സെറ്റപ്പിനേഷനൊക്കെ. ഓക്കെ കഴിഞ്ഞു. ഇതൊക്കെയാണ് എന്റെ സെറ്റപ്പ്. ഞാൻ വീഡിയോ എടുക്കട്ടെ. എന്തിനാ നമുക്ക്? ഓക്കെ ഹായ് ഗൈസ്, മാറ ഹായ് ഗൈസ്. വേണ്ടേ ഇതാണ് ഗൈസ് ഇവിടുത്തെ ഇത് എന്നാ പറയുന്നത്. ഇതെന്നെ ഒരു ചുമന്ന സാധനം. എന്നെന്തോ നമുക്ക് അങ്ങോട്ട് പോകണ്ട. നമുക്ക് ബാക്കി ഇവിടത്തെ കാണിക്കാം. ഞാൻ നേരത്തെ എൻട്രൻസിൽ വന്നു. ഇവിടുന്ന് എൻട്രൻസ് ആണ്. ഞാൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ടേക്ക് പോയി കാണിച്ചു തരാം. ഇവിടെ മറ്റേ എന്നാ പേര് ഞാൻ മറന്നുപോയി. ഇതാണ് ഗേസ് തേനീച്ച. അത് തേനീച്ച കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല കുത്ത് കിട്ടും. ഇങ്ങോട്ട് വരുന്നെങ്കിൽ വാ ഗേസ്. ഫസ്റ്റ് അങ്ങോട്ടൊരു വഴിയുണ്ട്, പക്ഷെ നമ്മളിപ്പം ഇങ്ങോട്ടാണ് പോകുന്നത്. ഇതുകൊണ്ട് ഇവിടെ ആൾക്കാർക്ക് കൊടുക്കാൻ ഇതെല്ലാം കൊടുക്കാനുള്ള വെച്ചേക്കുന്നതാണ് ഗേസ്. പക്ഷെ ഇത് ചെടിച്ചെല്ലിയൊക്കെ ആയി കൊടുക്കാനൊക്കെ വെച്ചേക്കുന്ന സാധനങ്ങളാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ ഞാൻ ഓണറിനെ കാണിച്ചു തരാം. ആ പുള്ളി പറയും. ആ പുള്ളി വിളിച്ചാലും മതി. ചാമ്പയ്ക്ക 7 മിനിറ്റ് ആയി കടയിൽ വേണ്ടിട്ട്. 7 മിനിറ്റ് ഒന്നും അല്ല കേസ്, അതിൽ കൂടുതൽ ഇത് നിൽക്കും. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഡെഡ് എൻഡ് അല്ല ക്രിസ്മസ് ട്രീ പോലത്തെ ട്രീ ഒക്കെ അവിടെ നിൽപ്പുണ്ട്. അതാണ് ഇങ്ങനെയാണ് ഗൈസ് ഇവിടെ സെറ്റപ്പിനേഷനൊക്കെ. ഇതാണ് സ്ട്രോബെറി പേരയ്ക്ക എന്ന് പറയുന്നത്. ഞങ്ങൾ എന്റെ മറ്റേ വീട്ടിലുണ്ട്, എന്റെ വീട്ടിലും ഉണ്ട് ഇത് സ്ട്രോബെറി പേരയ്ക്ക. ആ ഇത് അതെ പിന്നെ അത് അങ്ങനെയാണോ എന്റെ പേര്? ഞാനൊക്കെ സ്ട്രോബെറി പേരയ്ക്കാന്ന് പറയുന്നത്. ഇതുവഴി ഒരു വഴിയുണ്ട്. ഓക്കെ എവിടെ അലപ്പാണ് ഗൈസ്. ഇതാണ്ട് ഗൈസ്, ഇതിങ്ങനെയാണ് ഇവിടത്തെ ഒരു സെറ്റപ്പിനേഷൻ. ഓക്കെ ഫ്ലവർ വാലി എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നു. അങ്ങോട്ടൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. വല്ല പാമ്പും കാണും. നമുക്ക് തിരിച്ചു പോയിക്കല്ല. അവനെ ഇവിടെ ഇട്ടിട്ട് തിരിച്ചു പോയേക്കാം. അവിടെ പാമ്പുണ്ട്. ഞാൻ പോവാണേ. ടാറ്റ. അപ്പൊ ഓക്കെ ബൈ. ചെറുതായിട്ടൊന്ന് വീഡിയോ കട്ടായി. ഇവിടെ ഇങ്ങനൊക്കെ സെറ്റപ്പിനേഷനൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ഫ്രണ്ടിലോട്ട് പോവാം. ഫ്രണ്ടിലോട്ട് പോകുമ്പോ എവിടെയും വലുതായിട്ടൊന്നും ഇല്ല. സ്ട്രോബെറി പേരയ്ക്കടൊക്കെ ഉണ്ട്. പിന്നെ അപ്പം തടി ഗൈസ്. അപ്പം താടി ഗൈസ് താണ്ട ഇവിടെ. പിന്നെ ഇങ്ങോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. എനിക്ക് അങ്ങോട്ട് ഒരു വഴിയൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോകുന്നില്ല. വെറുതെ നമ്മൾ പാമ്പിന്റെയും ഓരോ മൃഗങ്ങളുടെയൊക്കെ കടി കൊള്ളാം. നമ്മൾ എന്തിനാണ് കുറുക്കനോ? അതന്നെ അത് ഇവിടെ ഒന്നും വന്നില്ല. ഞാനങ്ങനെ തള്ളാറില്ല. ഞാനങ്ങനെ തള്ളാറില്ല. ആവശ്യമില്ല കേട്ടോ. സാരമില്ല പോട്ടെ. ഞാനങ്ങനെ തള്ളാറില്ല. എനിക്ക് താല്പര്യമില്ല. ചുമ്മാ ഇവൻ ഉടായ്പിന്റെ ഇനി തള്ളിക്കഴിഞ്ഞാൽ ഞാൻ നിന്നെ വീഡിയോ ഒന്ന് പുറത്താക്കുവേ. ഞാൻ നീ ഉള്ള ഭാഗമൊക്കെ അങ്ങ് കട്ട് ചെയ്യും. വേണോ അത്? പിന്നെ ഓറഞ്ച് ആണ്. ഓറഞ്ചാണോ നാരങ്ങയാണോ? ഓറഞ്ച്. വാഴ പിന്നെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ സെറ്റപ്പിനേഷൻ ഗൈസ്. ഇനി നമുക്ക് അത് പാലാ ഗാർഡൻസിലെ ഹോം ടൂർ ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം ഗൈസ്.
ഇപ്പം പറ്റില്ല, നമ്മൾ വേറെ ദിവസം കാണിച്ചു തരുന്നതായിരിക്കും ഗൈസ്. നമുക്ക് ഇതിന്റെ ഓണർ പാലാ ഗാർഡൻസിന്റെ ഓണർ ഇതിനകത്ത് ഇങ്ങോട്ട് വരാൻ എങ്ങനെയാണ് എന്റെ ഒരു ഇത്? ഫ്ലവർ വാലി ഹോം സ്റ്റേ എന്ന് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള വഴി വിളിച്ചാലും മതി. അത് സെർച്ച് ചെയ്താൽ മതി. ഫ്ലവർ വാലി ഹോം സ്റ്റേ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അതിന്റെ ഡീറ്റെയിൽസ്. ഇവിടെ എത്ര റൂമുണ്ട്, അങ്ങനെ റൂം എത്രയുണ്ടെന്നുള്ളതും അതിന്റെ പ്രൈസ് എത്രയാന്നുള്ളതും അങ്ങോട്ട് വരാനുള്ള വഴിയും എല്ലാം അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് എന്തിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ഇൻട്രോ കൂട്ടണ്ട, നമ്മൾ എടുക്കുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ഗൈസ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കണേ.